എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റെയർസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാസൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പലപ്പോഴും എണ്ണയൊക്കെ പിടിച്ചിരിക്കാറുണ്ട്. പ്രത്യേകിച്ച് വാൾ ടൈലിലും അതുപോലെ തന്നെ ജനലിലും ഒക്കെ ഭയങ്കരമായിട്ട് എണ്ണ പിടിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പലപ്പോഴായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ നമ്മുടെ ജനലിലുള്ള എണ്ണമയമൊക്കെ എങ്ങനെ കളയും, ജനൽ കമ്പികളിലൊക്കെ ഭയങ്കരമായിട്ട് എണ്ണ പിടിച്ചിരിക്കുകയാണ്, അതെങ്ങനെ കളയും എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ജനലാണ് വൃത്തിയാക്കാനായിട്ട് പോകുന്നത്. ജനലിലുള്ള എണ്ണമയമൊക്കെ നമുക്ക് എങ്ങനെ കളഞ്ഞെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. ഇതെല്ലാ വീടുകളിലും തന്നെ ഇപ്പോൾ ഉള്ളൊരു സാധനമാണ്. നമ്മൾ കൈയൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ഹാൻഡ് വാഷ്. അത് ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ഉപയോഗിച്ചാണ് ഇന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയോ വിനാഗിരിയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഹാൻഡ് വാഷ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു സ്പഞ്ചിലേക്ക് എടുക്കുക. നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സ്പഞ്ചസ് ഉണ്ടല്ലോ, അതെടുക്കുക. എന്നിട്ട് അതുപയോഗിച്ച് നമ്മുടെ വാളിലും അതുപോലെ തന്നെ അടുക്കളയിലെ ജനലിലും ഒക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ വൃത്തിയായിട്ട് അതിലുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടും, എണ്ണമയമൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഹാൻഡ് വാഷിനും അതുപോലെ തന്നെ ഡിഷ് വാഷിനും ഒക്കെ എണ്ണമയം കളയാനുള്ളൊരു നല്ല കഴിവുണ്ട്. കാരണം നമ്മൾ പാത്രങ്ങൾ കഴുകുമ്പോൾ അതുപോലെ കൈയൊക്കെ കഴുകുമ്പോൾ നമ്മുടെ കയ്യിലും പാത്രങ്ങളിലും ഒക്കെ എണ്ണമയവും നെയ്മയവും ഒക്കെ കളയുന്നത് ഈ ഹാൻഡ് വാഷും ഡിഷ് വാഷൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതുപോലുള്ള എണ്ണമയമൊക്കെ കളയാനായിട്ട് പറ്റും. നമ്മൾ ബേക്കിംഗ് സോഡ, വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും പലർക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. കാരണം തുരുമ്പ് പിടിക്കുമോ, വിനാഗിരി ഉപയോഗിച്ചാൽ ടൈലിന് തിളക്കം പോവുമോ, അങ്ങനെയൊക്കെ പല സംശയങ്ങളും പലർക്കും വരാറുണ്ട്. അപ്പോൾ ഇതിന് അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ കൈ കഴുകാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹാൻഡ് വാഷിൽ വെള്ളമൊന്നും മിക്സ് ചെയ്യാതെ തന്നെ നല്ല കട്ടിയിൽ തന്നെ നമ്മളിത് ആ എണ്ണമയമൊക്കെ ഉള്ള ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല പോലെ അത് ക്ലീനായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അടുക്കളയിൽ ഗ്യാസ് സ്റ്റവൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് ഒരു ജനലാണുള്ളത്. അപ്പോൾ ആ ജനലിൽ പലപ്പോഴും എണ്ണയൊക്കെ തെറിച്ച് ഭയങ്കരമായിട്ട് അഴുക്കൊക്കെ ആവാറുണ്ട്. അപ്പോൾ ആ ഭാഗമാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട്. ഞാനിപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് ഈ ഭാഗം ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല പോലെ അഴുക്കുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗമാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എണ്ണയൊക്കെ പിടിച്ചിരിക്കുന്ന ഭാഗമൊക്കെ നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ആ ഭാഗം തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തുണി നനച്ചിട്ട് അതുപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കുക. അപ്പം ഞാനിപ്പോൾ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ കോട്ടൻ്റെ തുണിയാണുള്ളതെങ്കിൽ അതുപയോഗിച്ച് നന്നായിട്ട് തുടച്ചെടുക്കുക. ആ ജനലിൽ വെള്ളമൊന്നും അധികം പറ്റിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ ആദ്യം നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കുക. അതിനുശേഷം ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റായി പോയി കിട്ടും. അപ്പോൾ ഇതേ മോഡലിൽ തന്നെ നമുക്ക് ജനലും ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ ജനലിലെ പാളികൾ, അതായത് ഗ്ലാസ്സൊക്കെ വരുന്ന ഭാഗവും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ജനലിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ അഴുക്കൊക്കെ ഉള്ള പോലെ തോന്നും. പക്ഷെ അത് പുറത്തുനിന്നാണ് ആ അഴുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഉള്ളിൽ നിന്ന് അധികം ക്ലീൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഉള്ളിൽ നിന്ന് ഇതുപോലെ ഒന്ന് തുടയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ആ പുറത്തെ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് യാതൊരു മാർഗ്ഗമില്ല. കാരണം ഞങ്ങൾ മുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനലിൽ കുറച്ച് വൃത്തികേടായിട്ട് തോന്നും. പക്ഷേ നമുക്ക് വേറെ നിർവാഹമില്ല. അപ്പോൾ നിങ്ങൾക്ക് പുറത്തൊക്കെ ഇറങ്ങി ക്ലീൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സെയിം സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അതും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.